ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒണിയൻ പിക്കിളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അമ്മ എനിക്ക് കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ അത്രയൊന്നുമില്ല, 2-3 പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കേണ്ടതേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വാട്ട് ബ്രെഡ്, ഇത് സൂപ്പർ ബ്രെഡ്. അതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. സ്വിച്ചില്ലേ, നമ്മളെ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് പോയി. അതെ, ഇത് പച്ചൻ പുതിയത് ടൗണിൽ പോയപ്പോ ഒന്ന് കൊണ്ടുവന്നതാണ്. 20-21 വർഷമായി ആ കോളിംഗ് ബെല്ല് ഇവിടെ വെച്ചിട്ട്. ഇപ്പോഴാണ് ഒന്ന് കേട് വന്നിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് അച്ഛൻ കൊണ്ടുവന്നുണ്ട്. ഇങ്ങനത്തെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഞാനാ സജസ്റ്റ് ചെയ്യാറുള്ളത്. അച്ഛന്റെ പ്രധാനപ്പെട്ടതാണ് അത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആകുമ്പോ കഴിക്കാനുള്ള നമ്മളെ നന്ദിനിപ്പാല്, പിന്നെ പച്ചരി, മുളക്, പുട്ടുപൊടിയുണ്ട്, ടേസ്റ്റി നിബിൾസിന്റെ പുട്ടുപൊടിയുണ്ട്, പിന്നെ മുളകുണ്ട്. സാമ്പാർ പൊടി സപ്ലൈക്കോന്നാട്ടോ ഈ മുളക് പൊടി. അപ്പൊ നമ്മളിത് അന്ന് ഇവിടെ നൈറ്റ് ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. ബീട്രൂട്ട് വെച്ചിട്ടാണ്. ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ നമ്മളെ പണികളും ഇതിന്റെ കൂടെ കാണിക്കാം കേട്ടോ. ഇത് പിന്നെ 5 മിനിറ്റിനുള്ളിലാവും. അതാണ് പിന്നെ ഇതിനായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാണ്ടിരുന്നത്. നമുക്ക് നല്ല ആദ്യം തോലൊക്കെ നല്ല ചെത്ത്. അപ്പൊ ഇത് കുറച്ച് ദിവസമായി ഇരിക്കണു ബീട്രൂട്ട്, അതുകൊണ്ട് ഒന്ന് വാടിയിട്ടുണ്ട്. അതെ. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒന്നുകൂടെ പറയാം. ബീട്രൂട്ട് വേണം, പിന്നെ ഇത് അലോവേറ ജെല്ല്. ഇത് നിങ്ങൾക്ക് പ്യുവർ അല്ലാത്തത് നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ എന്താ പറയാ ബോട്ടില് വാങ്ങണവരാണെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ല് വേണമെന്നൊന്നുമില്ല. ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതാണ്. ഗ്ലിസറിൻ ഉണ്ട്, റോസ് വാട്ടർ ഉണ്ട്. അതെ. ഇതെന്താ അറിയാം, നമ്മള് ബെഞ്ചറാസിന്റെ അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡ് ഒന്നും പറയില്ല, ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങൾ തന്നെ എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതിൽ അലോവേറ ജെല്ല് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും സംശയം തോന്നും, അത് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ പറ്റുള്ളൂ. അപ്പൊ ആർക്കും കൺഫ്യൂഷൻ വേണ്ടാത്തോണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നേച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടണത് എടുത്തോളൂ. ബെഞ്ചറാസിന്റെ ഒക്കെ നമുക്ക് റോസ് വാട്ടർ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. റോസ് വാട്ടർ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എന്താ അറിയോ, ഇപ്പൊ തീരാനായി. ഇപ്പൊ ഇത്രയും കൂടെ ഉള്ളൂ. ഇനി നമുക്ക് റോസ് പെറ്റൽസ് ഒക്കെ എടുത്തിട്ട് ഇനി ആദ്യം ഉണ്ടാക്കണം. ഒരു ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് ആക്കണം അല്ലേ അമ്മേ? നൈറ്റ് ക്രീം ആയിട്ട് നമ്മളിവിടെ എല്ലാരും ഇടാറുണ്ട്. ഇപ്പൊ 1-2 ആഴ്ചയായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതെ അതെ. നിങ്ങൾക്കൊരു 2 ദിവസം അല്ലെങ്കിൽ 1.5 ആടനം ഇടവിട്ടിട്ട് മുഖത്തിട്ടാ മതി. മുത്തശ്ശി അമ്പലത്തിൽ പോയതാണ്, അതാണ് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. മാളൂനെ ട്യൂഷൻ ഉണ്ടായതാണ് അമ്മായി. കുഞ്ഞാവിടെ ഉണ്ട്. അതെ, ആണ് കുഞ്ഞാവയുടെ ഒച്ചയാണ് കേൾക്കണത്. ബീട്രൂട്ട് ശരിക്കും മറ്റേ അതില് ഇപ്പൊ ചിലപ്പോ ഇത് കാണുമ്പോ എല്ലാരും പറയും എന്തിനാ പ്രസീത എത്ര ചെത്തി കളയണമെന്ന്. പക്ഷെ അതല്ല, നമ്മള് ഒന്നാമത് ഇത് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പീൽ ചെയ്യുമ്പോ കിട്ടില്ല, അതുകൊണ്ടാട്ടോ. ബീട്രൂട്ട് ഇനി നമുക്കൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം അല്ലേ? നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജ്യൂസ് ആക്കണ സമയത്ത് നമുക്കൊരു ടീസ്പൂണെങ്കിലും റോസ് വാട്ടർ ആഡ് ചെയ്യണം കേട്ടോ. അതിൽ വേണം, റോസ് വാട്ടറിലാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കരുത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് നൈറ്റ് കിടക്കണതിന്റെ മുന്നൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല ഒരു പിങ്ക് അല്ലേ, നല്ല രസമുള്ള, അതെ, നല്ല രസമുള്ള മുഖം കിട്ടും. എന്നുവെച്ചാൽ എല്ലാവരും നല്ല ഭംഗിയുള്ള മുഖമാണ് കേട്ടോ. അതല്ല, നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്ക് നല്ലൊരു സംഭവമാണ്. ഇനിയിപ്പോ ബീട്രൂട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡർ ഉണ്ടാവില്ലേ, നേച്ചർ രീതിയിൽ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബീട്രൂട്ട് പൗഡർ, അതായാലും മതി കേട്ടോ.
പിന്നെ നമുക്ക് റോസ് വാട്ടർ എടുക്കാം. ഒരു സ്പൂണോളം നമ്മൾ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആയില്ലേ? മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഇത് നല്ല ജ്യൂസ് രീതിയിൽ അരയാൻ പാകത്തിന് റോസ് വാട്ടർ ചേർത്തോളൂ കേട്ടോ. വെള്ളം ചേർക്കരുതെന്നേ ഉള്ളൂ. പാകത്തിന് റോസ് വാട്ടർ ചേർത്തോളൂ, അത് അരയാൻ പാകത്തിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അമ്മ അരിപ്പ കിട്ടിയോ? ചെറുത് മതി. കുഞ്ഞാ ഭയങ്കര പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ. അപ്പം നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ലോണതിന്റെ നമുക്ക് വലിയ അരിപ്പ് എടുക്കായിരുന്നു. അതെ അതെ. അല്ല അത് ഇത് ഈ പാത്രത്തിൽ കൊള്ളണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പൊ നമുക്ക് തൽക്കാലം എത്ര കാണിക്കാം. ഇതിലേക്ക് അളവ് നമ്മൾ കറക്റ്റ് കാണിക്കാം. മതിയല്ലേ? എത്ര ജ്യൂസ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്? ഒരു 3-4 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ. അത് ഒരു 4 ടീസ്പൂണോളം ഉള്ള ബീട്രൂട്ട് ജ്യൂസിന്റെ അളവാണ് ഇനി പറയണത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ അലോവേറ ജെല്ല് വേണം. അപ്പം നമ്മൾ 2 ടീസ്പൂണാണ് അലോവേറ എടുക്കണത്. ഒരു കൊതു കയ്യിൽ വന്നിരിക്കുന്നു നോക്കുമ്പോ കൊതു പോ. ഇവിടെ ഭയങ്കര കൊതുകാണ്. ഇനി നന്നായിട്ട് പുകയ്ക്കൊക്കെ വേണം. ചാടട്ടെ. എന്താ നിനക്ക് ചാടാത്ര മടി? ഈ സ്പൂണ്. അതെ അതെ. ഇതേപോലെ ഒരു സ്പൂൺ ഒരു സ്പൂൺ. അതെ. കാരണം 4 ടീസ്പൂണോളം ബീട്രൂട്ട് ജ്യൂസ് എടുക്കുമ്പോൾ 2 ടീസ്പൂൺ അലോവേറ ജെല്ല് മതി. പിന്നെ അതെ 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒന്നിച്ച് മിക്സ് ചെയ്യാം. എല്ലാം ഒന്നിച്ചാണ് കേട്ടോ. ഗ്ലിസറിൻ 1 ടീസ്പൂൺ. അല്ല ഇതിൽ ഒന്നിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കണ തന്നെയാണല്ലോ. നല്ല നമുക്ക് ഈ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കള് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല മിനുസാവാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മള് പൊട്ടിച്ചിട്ടില്ല. അതെല്ലേ? അപ്പൊ പൊട്ടിച്ച ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. എന്നാ നമ്മൾ ഈ ഗ്ലിസറിനൊക്കെ എപ്പോഴും സ്റ്റോക്ക് വെക്കും. കാരണം അങ്ങനെ കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതന്നെ അധികം യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തീരുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഗ്ലിസറിൻ. ഓക്കെ, വേഗം വെച്ചോളൂ. നല്ല 1 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് നല്ലോണം ഇളക്കി കൈ രീതിയിൽ വേണം നമ്മൾ. നല്ല ക്രീമി പോലെ. എന്നാ അങ്ങനെ ക്രീമും അല്ല, നല്ലോണം ഇരുന്നൊന്നും കൂടെ റെഡിയാവും. നമ്മൾ സ്പൂണൊന്ന് മാറ്റി ഒരു ചെറിയൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊള്ളമ്മേ. അങ്ങനെ നമ്മളുടെ നൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിൽ മുഖത്തൊന്നും ഇട്ട് കാണിച്ചു കൊടുത്തോളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിടിച്ചോളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ തേച്ച് കാണിക്കാം. അതെ, അങ്ങനെ ക്രീമി ഇവിടെ തേക്കില്ല കേട്ടോ, കുറച്ച് മുഖത്ത് മാത്രം. നമ്മള് രാത്രിയാണല്ലോ ഉപയോഗിക്കുക. അതെ, നല്ല തണുപ്പാട്ടോ ഇത്. ഇത് നിങ്ങൾക്ക് കുക്കുംബർ വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ബീട്രൂട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്ലോ സംഭവം. നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാനി നമുക്ക് ദിവസേന തേക്കാലോ. അതെ, ദിവസേന ഒന്നരാടം തേച്ചാൽ മതി. ശരിക്കും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര സുഖം. അങ്ങനെ ഒരു അലോവേറ അതേപോലെ ഗ്ലിസറിനൊക്കെ വാങ്ങിച്ചു വെച്ചാ മിക്സ് ചെയ്യാ ഉണ്ടാക്കുക. അതിന്റെ ചിലവർക്ക് അലർജി ആവും അത്. പക്ഷെ നോക്കിയിട്ട് ചെയ്യാം. അതെ, ഇതേപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കൂ. ഇനി ഇതിവിടെ അച്ഛനും കുട്ടും ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവം ആട്ടത്. രാത്രി കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വരും.
കണ്ട ജാം പോലെ ഉണ്ട് ലെമൺ. അതെ അതെ, നമ്മളെ ഗാദാ ജാം. ഗ്രേപ്പ് ജാമും അല്ല, ഗാദാ ജാം ചിത്രത്തിലത്തെ അല്ല, വന്ദനം. ഓക്കെ. നമ്മളെ മൈലാഞ്ചി നോക്കുമ്പോ അതെ, നന്നായിട്ട് കായ വന്നിട്ടുണ്ട് ഇപ്പൊ. വെട്ടിയതാണ് അച്ഛൻ ഒരു തവണ. അതെ അല്ലേ? പിന്നെ ഉണ്ടായതോ. അപ്പൊ ആരും ഈ ഒരു ഗാദാ ജാം മുഖത്തിടാൻ മറക്കരുത്. നല്ല ഇതാട്ടോ, നല്ല തണുപ്പും നല്ല കളറും ഉണ്ടാവും. പിന്നെ നല്ല മിനുസം വരും, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടും കേട്ടോ. ഫേസ് നല്ല സോഫ്റ്റ് ആവും, ആ ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടും. ഇവിടെ ഒരു കറ്റാർവാഴ ഉണ്ട് കേട്ടോ, ചാക്കില് പച്ച നട്ട ചാക്ക് കറ്റാർവാഴ. തയ്യും ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മളിപ്പോ കാണിക്കണ എന്താന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ യൂട്യൂബ് കുടുംബം. ആദ്യത്തെ നമ്മളെ ഇവിടുന്നായിരുന്നു നമ്മളെ യൂട്യൂബിന്റെ തുടക്കം ഉണ്ടായത്. അതെ അപ്പൊ അതൊന്ന് ആകെ നാശായിട്ടോ. അതെ, എനിക്കും വയസ്സായി, യൂട്യൂബിനും വയസ്സായി പറയണ പോലെയാണ്. അമ്മ ഇതില് പോണ്ട, എന്താ പറയാ, ചെരുപ്പിടാതെ ഇങ്ങിട്ട് പോരുവേ. അവിടെ വല്ല ഇവിടെ ഷീറ്റ് ഇട്ടതായിരുന്നു ആദ്യം, പോന്നു. പിന്നെ രണ്ട് സ്റ്റാൻഡ് അച്ഛനോട് പറയണം. അതെടുക്കണം ഇനിയിപ്പോ എന്തായാലും. ആദ്യം ഉണ്ടാക്കൊക്കെ ചെയ്യുമ്പോ നല്ലതുണ്ടായിരുന്നു. നമ്മളീ എന്താ ഇതിന് പറയാ, നമ്മള് പാടത്തൊക്കെ ഇങ്ങനെ കാണല്ലേ, കവുങ്ങും 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 കൊണ്ട് അങ്ങനത്തെയാണ്. അപ്പൊ നീ നമ്മൾ എന്തായാലും മുകളിൽ ഇപ്പൊ കിച്ചൺ സെറ്റ് ആവണോണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ ആകുമ്പോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതെ, നല്ല കാടൊക്കെ വന്നു കഴിഞ്ഞാല് ഭയങ്കരതാണല്ലോ. അപ്പുറത്തെ കാവ് തന്നെയാണ് കേട്ടോ, നമ്മളെ തറവാട്ടിലത്തെ കാവാണ് അവിടെ, നമ്മൾ ഇന്നലെ പറഞ്ഞുല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതെ, നിങ്ങോട്ട് പോന്നോളൂ അമ്മ. ഇവിടെ ഫുള്ള് മറ്റേ ചൊറിയണം ഉണ്ട്, തൂവ കൊടിച്ചി തൂവ.